ഇടിവെട്ടിയാൽ വാറണ്ടി, അടിച്ചു പൊട്ടിച്ചാൽ വാറണ്ടി, ഇങ്ങനെയുള്ള ടി വികളൊക്കെ ഭയങ്കര ഉടായിപ്പ് തട്ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ LG, സാംസങ്, സോണിയൊക്കെ കൊടുക്കണമല്ലോ, ഇന്റർനാഷണൽ ബ്രാൻഡാണല്ലോ. അതെ, ഏറ്റവും വലിയ ബ്രാൻഡ്. അവർ ആ വാറണ്ടി അവർ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിലെ തട്ടിപ്പ് അധികം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നോയിയുടെ ടി വികളാണ്. ഇവർ മാർക്കറ്റിൽ വിൽക്കുന്ന വിലയുടെ 1/3 പോലും വിലയില്ല അവർക്ക്, ഹോൾസെയിൽ വിലയിൽ അത് വാങ്ങുമ്പോൾ. നമ്മളെ ഓണത്തിന്റെ കിടിലൻ ഓഫറുകൾ വന്നോണ്ടിട്ടുണ്ട്. ടി വിക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഓണത്തിന് നിങ്ങളൊരു ടി വി മേടിക്കാൻ വേണ്ടി പോകുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു ടി വി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ബ്രാൻഡുകളുണ്ട്. LG, സാംസങ്, സോണി, ഇതൊക്കെ ബ്രാൻഡഡ് ആണ് അല്ലേ? ഇതൊക്കെ ബ്രാൻഡാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ 4K ഉണ്ട്, പലതരം ടെക്നോളജികൾ വന്നിട്ടുണ്ട്, ആൻഡ്രോയിഡ് ടി വി വന്നിട്ടുണ്ട്. ഈ ബ്രാൻഡുകളിലൊക്കെ ഈ ടി വികളൊക്കെ അവൈലബിൾ അല്ലേ? അതെ, ബ്രാൻഡുകളിൽ വന്നതിന് ശേഷമാണ് മറ്റ് ലോക്കൽ ബ്രാൻഡുകളിലേക്ക് ആൻഡ്രോയിഡ്, ഗൂഗിൾ ടി വി ഒക്കെ വന്നു തുടങ്ങിയത്. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കമ്പനികൾക്കൊക്കെ അറിയാം, കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച ടി വിയുടെ ആ ഒരു തുകയെ നിങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടി വരുന്നുള്ളൂ. അതിനപ്പുറം ഒന്നും കൊടുക്കേണ്ടി വരില്ല എന്നും എല്ലാവരും കൺസ്യൂമർ കോർട്ടിൽ പോകില്ല എന്നും ഈ കമ്പനികൾക്കെല്ലാം വ്യക്തമായി അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ കേരളത്തിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പോൾ ടി വി വാങ്ങിക്കുമ്പോൾ സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് ടി വി വാങ്ങിക്കുക, എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടുന്നുള്ളത്, കമ്പനിയുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടുന്നുള്ളത് ഉറപ്പുവരുത്തുക.